നമസ്കാരം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJPക്ക് കനത്ത രീതിയിലുള്ള പരാജയം ഉണ്ടായതോടുകൂടി BJP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അണ്ണാമലയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് അണ്ണാമലൈ ലീവെടുത്ത് വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നു എന്ന വാർത്തകൾ വന്നത്. ഇത് BJPയുടെ കേന്ദ്ര നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിന് പിന്നാലെ BJPയിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP തമിഴ്നാട് ഘടകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം കഴിഞ്ഞ ആഴ്ചയിലാണ് ഖുഷ്ബു രാജിവെച്ചത്. ഖുഷ്ബു സജീവമായി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുവെന്നും ഖുഷ്ബുവിനെ തമിഴ്നാട് BJP അധ്യക്ഷയാക്കും എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമല ഫെലോഷിപ്പോടുകൂടി ലണ്ടനിലേക്ക് പഠിക്കാൻ പോയ സാഹചര്യത്തിലാണ് നടി ഖുഷ്ബുവിനെ ഈ പദവിയിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ നിയമിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നടൻ വിജയ് ആയി ഖുഷ്ബുവിന് അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹവുമായുള്ള തുറന്ന ചർച്ചകൾക്കും ഖുഷ്ബുവിന് സാധിക്കും എന്ന BJPയുടെ നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് DMK കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാനാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഖുഷ്ബു ആരോപിച്ചിരുന്നു. പാർട്ടി പുതിയ പദവികളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നും ഖുഷ്ബു പറയുന്നുണ്ട്. വനിതാ കമ്മീഷൻ അംഗമായിരിക്കവേ പൊതുപ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ തനിക്കുണ്ടായിരുന്നതായും ഖുഷ്ബു വ്യക്തമാക്കിയിട്ടുണ്ട്. നടൻ വിജയുടെ പുതിയ രാഷ്ട്രീയ കക്ഷിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ BJP നേതൃത്വം തീരുമാനം എടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തൻ്റെ സഹോദരനായ വിജയ് ബുദ്ധിമാനാണ് എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയ്ക്ക് ആശംസകൾ നേരുന്നതായും ഖുഷ്ബു വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 ഫെബ്രുവരി 27 ഖുഷ്ബു ദേശീയ വനിതാ കമ്മീഷൻ്റെ കമ്മീഷൻ അംഗമായി ചുമതലയേൽക്കുന്നത്. അണ്ണാമലൈ ഈ മാസം 28 ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം തിരിക്കുക. അധ്യക്ഷ പദവി തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു കിടക്കുമെന്നാണ് ആദ്യമൊക്കെ BJP കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയത്. അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് തമിഴ്നാട്ടിൽ നിന്നും വന്നതും. എന്നാൽ അധ്യക്ഷ പദവിയിലേക്കുള്ള ഖുഷ്ബുവിൻ്റെ നീക്കത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ തമിഴ്നാട് BJPയിൽ ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എങ്കിലും ഖുഷ്ബുവിനെ BJP അധ്യക്ഷയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വാനതി ശ്രീനിവാസനെയും വിജയധാരണിയെയും പോലുള്ള വനിതാ നേതാക്കൾ ഉള്ളപ്പോൾ ഖുഷ്ബുവിനെ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അധ്യക്ഷ പദവി നൽകി പുറത്തുനിന്നും കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ മറുപടി ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അണ്ണാമലയുടെ ഉപരിപഠനത്തിനുള്ള യാത്രകൾ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള BJPയിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.